ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് എൻ്റെ തമ്പ്നെയിൽ ഫോട്ടോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. യെസ്, എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി നിൽക്കലാണ്. അമ്പലത്തിൽ പോയിട്ട് നേരെ നമുക്ക് മാലൂരേക്ക് പോകണം. അങ്ങനെ നമ്മളിത് അമ്പലത്തിലേക്ക് നല്ല സെറ്റായി പോകുന്നുണ്ട്. പറയാൻ വിട്ടുപോയി, ഇതാണ് എൻ്റെ പിറന്നാൾ കോടി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ബർത്ത്ഡേ വരാനാവുമ്പോൾ അയ്യോ എൻ്റെ ബർത്ത്ഡേ ആവാനായി, അയ്യോ എൻ്റെ ബർത്ത്ഡേ ആവാനായി എന്നുള്ള ചിന്തയുണ്ടാവും? അനക്കുണ്ട് ഗൈസ്. എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ കൂടി എൻ്റെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാനിങ്ങനെ കാത്തിരിക്കും, എൻ്റെ പിറന്നാളാവാനായില്ലേ, എൻ്റെ പിറന്നാളാവാനായില്ലേ എന്ന്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നതൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല, പുറത്തുനിന്നുള്ളത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നന്ദി. ഇതിൻ്റെ ചെവിയിൽ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നടക്കുമെന്ന് പറയുന്നത് കേൾക്കാം. നമ്മളും പറഞ്ഞിട്ടുണ്ട് ആഗ്രഹം. അങ്ങനെ നമ്മൾ ആഗ്രഹം പറയലും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മാലൂരെ വീട്ടിൽ പോകണം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചെറുങ്ങനെ മഴ പാറുന്നുണ്ട്. അതിനപ്പം തന്നെ നമ്മൾ മൂന്നാളും കോട്ട എടുത്തിട്ടിട്ടുണ്ട്. കാത്തുക്കുട്ടിക്കും ഉണ്ട് കുഞ്ഞി മഴക്കോട്ട്. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണുന്ന ചങ്ങായിമാർക്കെല്ലാം അറിയായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ അല്ല ഇതേപോലെ മാലൂരിൽ പോയിട്ടാണ് ആഘോഷിച്ചിന്. ഇപ്രാവശ്യം നമ്മൾ മാലൂരേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് നേരെ മാലൂരേക്ക് പോകണം. നമ്മൾ മാലൂർ എത്തുമ്പോഴത്തേക്ക് തന്നെ ഇരുടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ വെല്ലിച്ചൻ ടോർച്ചും കൊണ്ട് പെരിയക്കേക്ക് വരുന്നുണ്ട്. എൻ്റെ ബാക്കി ബന്ധുക്കളെല്ലാം അവിടെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിനേനു. അങ്ങനെ നമ്മൾ വീടെത്തി. ഇനി നമുക്ക് കേക്ക് മുറിക്കണം. ഗൈസ്, അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അച്ഛൻ്റെ ചങ്ങായിമാരെ വിളിക്കുമെന്നുള്ളത്. അപ്പോൾ ഇവരാണ് സുരേഷ് ഏട്ടൻ. ഇവരെ വക എനിക്കൊരു കേക്ക് ഉണ്ടായിരുന്നു ഗൈസ്. ബാക്കി എൻ്റെ ഫാമിലി എല്ലാം ഉണ്ടാവും എന്ന് എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിന്. പക്ഷേ അച്ഛൻ്റെ ചങ്ങായിമാരെല്ലാം വിളിച്ചിട്ട് ഇങ്ങനെ ഇത്ര വലിയ പരിപാടി, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പരിപാടിയാണ്, വലിയ പരിപാടിയാക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് 2 കേക്ക് ഉണ്ടായിരുന്നു ഗൈസ് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക്. ഞാൻ മുറിച്ചത് എൻ്റെ വീട്ടിലുള്ളവർ മേടിച്ചതാണ്. അപ്പുറത്തെ കേക്കാണ് അച്ഛൻ്റെ ചങ്ങായി സുരേഷ് ഏട്ടൻ കൊണ്ടുവന്നത്. കേക്ക് മാത്രമല്ല, അച്ഛൻ്റെ വേറെ ചങ്ങായിമാരും വന്നിട്ടുണ്ടായിന്. അവരെനിക്ക് ഇത്രയും മുതുക്കി കണ്ടേ എനിക്ക് അവർ ഗിഫ്റ്റും കൊണ്ടാണ് ഗൈസ് വന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. അങ്ങനെ കേക്ക് മുറിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അച്ഛൻ്റെ ചങ്ങായിമാരാണ്. ആ പിങ്ക് ഷർട്ട് ഇട്ടത് അച്ഛൻ്റെ ഏട്ടനാണ്. അങ്ങനെ ഇവരെല്ലാം എനിക്ക് ഗിഫ്റ്റും കൊണ്ട് വന്നെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അവരോടെല്ലാവരോടും എൻ്റെ പ്രത്യേകമായ താങ്ക്സ് ഞാൻ അറിയിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയേ ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ടാവും, അതറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഉണ്ടായതുകൊണ്ട് അവരെല്ലാവരും ഉണ്ടാവും. അവരെ ഒഴിച്ച് വിട്ടിട്ട് നമുക്കൊരു പരിപാടി ഇല്ലല്ലോ. അതുകൊണ്ട് അവരെല്ലാം ഉണ്ടാവും എന്ന് അറിയായിരുന്നു. പക്ഷേ ചങ്ങായിമാരുണ്ടാവും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് നാണം വന്നു പോയി ഗൈസ്. അങ്ങനെ നമ്മൾ മുറിക്കാത്ത കേക്ക് അനിയൻ ചെക്കൻ പേക്കാക്കുന്നുണ്ട്. തിരിച്ച് പെട്ടിയിൽ തന്നെ അവിടെ വെക്കുന്നുണ്ട്. വെറുതെ കാത്തുകുട്ടി തോണ്ടണ്ടെന്ന് വെച്ചിട്ട്. കാരണം ഓളെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും. ഒരു കേക്ക് തിന്നിട്ട് ഇരിക്കുന്ന ഇരുത്താന്നത്. ഇതാണ് എൻ്റെ അച്ഛൻ. ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ. എൻ്റെ അച്ഛനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട, എന്നാലും ഇതെൻ്റെ അച്ഛൻ്റെ ഏട്ടൻ. ഇത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. ഇതെൻ്റെ അച്ഛൻ്റെ ഏച്ചിയാണ്. ഇത് നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള അനുക്കുട്ടനാണ്. ഓന് നാണാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് കൊണ്ട്. ഇതും എൻ്റെ അമ്മയാണ് ലേഖേച്ചി. ഇവർ അപ്പുറത്തേന്നൊന്നും പറയാനാവില്ല, ഇവരും നമ്മളെ ഫാമിലി തന്നെയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ അച്ഛൻ്റെ വേറൊരേട്ടൻ. ഇതെൻ്റെ അച്ഛൻ്റെ വേറൊരേട്ടൻ. ഇത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. അപ്പം ഞാൻ എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ അച്ഛനാണ് ഗൈസ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഉള്ളത്. ബാക്കിയെല്ലാം അച്ഛൻ്റെ ഏട്ടന്മാരും ഏച്ചിയും അവരുടെ ഭാര്യമാരുമാണ്. അപ്പം നമുക്കിന്ന് സ്പെഷ്യലായിട്ട് നെയ്ച്ചോറാണ്. ഇതാണ് നമ്മുടെ ഷെഫ്, എൻ്റെ സ്വന്തം അച്ഛൻ. അങ്ങനെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിൽക്ക് ഞാനിത് നല്ലോണം ഇളക്കി കാണിച്ചു തരാം. എന്നിട്ട് അങ്ങനെ നല്ല ഇളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറിന് ചിക്കൻ കറിക്കും കൂട്ടായിട്ട് കച്ചമ്പറുണ്ട്. കച്ചമ്പറ് ഉണ്ടാകുമ്പോൾ നമുക്ക് കച്ചമ്പറിന് കൂട്ടായിട്ട് നമ്മളെ അച്ചാർ വേണം. ഇതെല്ലാം കൂട്ടാണ്ട് എന്ത് നെയ്ച്ചോറാണല്ലേ. അങ്ങനെ ഇതാ ഫുഡ് അടിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാൻ വിട്ടുപോയി ഗൈസ്. ഇത് അച്ഛൻ്റെ വേറൊരേട്ടനാണ്. പക്ഷെ എനിക്ക് ഓരോ വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത് അച്ഛൻ്റെ വേറൊരേട്ടൻ, എൻ്റെ വല്യച്ഛൻ. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് അച്ഛനും അച്ഛൻ്റെ ചങ്ങായിമാരും വല്യച്ഛനും കൂടിയിട്ട് അടുത്ത ട്രിപ്പ് ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട്. ഇവരാണ് ഗൈസ് അച്ഛൻ്റെ ചങ്ങായിമാർ. അങ്ങനെ അവരെ ഫുഡ് അടിയും കഴിഞ്ഞ് അടുത്ത ട്രിപ്പ്, ലാസ്റ്റത്തെ ട്രിപ്പ് നമ്മളിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ ഫുഡ് അടി പരിപാടിയുടെ അവസാനിച്ചു. പിന്നെ കുറച്ച് സമയം എല്ലാവരും സൊറ പറഞ്ഞിരിക്കുന്നുണ്ട്. വീട്ടിലുള്ളവരെല്ലാം സൊറ പറഞ്ഞിരിക്കും. അച്ചാച്ചനും മോളും കൂടി ഇതാ പട്ടീനെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ചങ്ങായിമാർ പോയിട്ടുണ്ടായിന്. അച്ഛൻ ഇതേപോലെ അച്ഛൻ്റെ ചങ്ങായിമാരെ വിളിക്കുന്നു, അവരിതേപോലെ എനിക്ക് ഗിഫ്റ്റും കൊണ്ട് വരുമെന്നൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതെനിക്ക് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. എന്തായാലും എനിക്ക് അവരോടെല്ലാം വളരെയധികം താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എനിക്ക് കേക്കും കൊണ്ടുവരുന്നത്, ഗിഫ്റ്റും കൊണ്ടുവരുന്നത്. അതെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിനേനും.
എൻ്റെ വീട്ടിലുള്ളവരുണ്ടാവും എനക്കറിയാം. പക്ഷേല് ഇതേപോലെ അച്ഛൻ്റെ ചങ്ങായിമാര് വന്നിട്ടെല്ലാം ഉള്ള ബർത്ത്ഡേ കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു രസമുള്ളത് പോലെയുണ്ട്. ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര സന്തോഷാകുന്ന ഒരാളാണ്. അതിങ്ങനെ ഞാൻ വാരിക്കോരി പറയുകയും ചെയ്യും. അപ്പൊ അച്ചാച്ചൻ ഉമ്മയെല്ലാം കൊടുത്ത് കാത്തുക്കുട്ടി മഴക്കോട്ടെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോവാൻ നിക്കലാന്ന്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.